നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. നമുക്കാദ്യം ശ്ലോകം ശ്രദ്ധിക്കാം. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അന്തവന്തഃ ഇമേ ദേഹാഃ നിത്യസ്യ ഉക്താഃ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ഭാരത, നിത്യസ്യ അനാശിനഃ അപ്രമേയസ്യ ശരീരിണഃ ഇമേ ദേഹാഃ അന്തവന്തഃ ഉക്താഃ തസ്മാത് യുധ്യസ്വ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. നിത്യനും നാശമില്ലാത്തവനും അറിയപ്പെടാൻ കഴിയാത്തവനുമായ ആത്മാവിൻ്റെ ഈ ദേഹങ്ങൾ നാശമുള്ളവയാണ്. ശരീരം നശ്വരമാണ്. ആ നശ്വരമായ ശരീരത്തിൻ്റെ നാശം തടയുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് ഈ മേൽപ്പറഞ്ഞ പ്രസ്തുത ശ്ലോകത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഹേ അർജുന, നീ യുദ്ധം ചെയ്താലും. നമസ്തേ.